നമസ്കാരമുണ്ട്. അഭിജിത്താണ് പുല്ലകോട്ടിൽ. നമ്മൾ ഇന്ന് തിരുവല്ല തിരുമൂലപുരത്ത് എന്ന് പറയും. ഇവിടെ നമുക്ക് തിരുവല്ലയില് സാബു സാറിന്റെ ഒരു ഐസ്ക്രീംസിന്റെ ഒരു ഹോൾസെയിൽ ഒക്കെ ചെയ്യുന്ന ഐസ്ക്രീംസിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ ഉള്ള ഒരു പ്ലാനിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് തിരുവല്ല ജംഗ്ഷൻ ആൻഡ് റോഡ് സൈഡിലാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 750 LPHന്റെ ഒരു RFS UV പ്ലാന്റാണ് നമ്മൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് മെമ്പറിന്റെ എലമെന്റ്സ് നമ്മൾ കാണുന്നത്. കൺട്രോൾ പാനലില് പെൻഡയറിന്റെ വെസലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 സെന്റിമീറ്റർ മൈക്രോ ഫീറ്റർ കൊടുത്തിട്ടുണ്ട്. അവിടെ എക്സ്ട്രാ ആയിട്ട് അതിനെ കൂടെ മെമ്പറൈൻ ലൈഫ് കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇത് വൈറ്റ് ടാങ്ക്, കേളേന്ദ്രയുടെ ഫുഡ് ഗ്രേഡ് വൈറ്റ് ടാങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊഡക്റ്റ് വാട്ടർ ആണ് അതിനകത്തേക്ക് വരുന്നത്. ഇവിടെ RO വാട്ടർ ഫുള്ളായിട്ട് അതിനകത്തേക്ക് 750 LPH ആണ് 1 hour നമുക്ക് കിട്ടുന്നത്. ഈ ടാങ്കിനെ ആഘോഷം കാണിച്ചുതരാം. പക്കാ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. TDS ഒക്കെ വളരെ ലോ ആയിട്ടുള്ള ആളാണ്. ഇതുകൊണ്ട് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഐസ്ക്രീംസിന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അതായത് അതിനകത്ത് എന്താ പറയാ, ഇത് ഷെയ്ഡ് ഇല്ലാത്ത രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ ക്വാളിറ്റിയിൽ കിട്ടും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ. ഇത് ഇവിടെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് മേലോട്ട് പവർ ടാങ്കിലേക്ക് അടിക്കുന്നത്. അപ്പൊ ഇത് ഇതിന്റെ ഫീഡ് പമ്പാണ്, വാട്ടർ പമ്പ് എന്ന് പറയും. പ്രഷർ ഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബാറുണ്ട്. പിന്നെ പ്രഷർ ഗേജ് കാണിക്കുന്നത് ആന്റി സ്കെയിലിന്റെ ആണ്. ഇതൊരു ഫുൾ ഓട്ടോമാറ്റിക് പ്ലാന്റ് ആയിട്ടാണ്. ബാക്ക് വാഷിംഗ് പക്ഷേ മാനുവലിയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഐസ് ക്യൂബ്സിന്റെ ഒരു പ്രൊഡക്ഷൻ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ മെഷീൻ എന്ന് പറയുന്നത്. ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന മെഷീനാണിത്. ഇതിനകത്ത് ഇതാണ് ക്യൂബ്സ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നേരത്തെ ബാച്ചാണ്. നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ബാച്ചായിരുന്നു. കമ്മീഷൻ ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരു ഫസ്റ്റ് ബാച്ച് എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം മെഷീനറിയാണ്, ഐസ് ക്യൂബ്സിന്റെ മെഷീനറികളാണ്. ഈ ബാച്ച് നമുക്ക് അകത്തുനിന്ന് എടുത്ത് കൊടുത്ത വെള്ളത്തിന്റെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്ന എല്ലാവരും ഓരോ ദിവസമാണ്. അപ്പൊ ഇത്തരം നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഒരു ദിവസം കൊണ്ട് വെള്ളം നമുക്കത് ഷോർട്ടേജ് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ കറണ്ട് ഓഫ് ചെയ്യുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതിൽ ഐസ്ക്രീംസിന്റെ ഹോൾസെയിൽ സെക്ഷനാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഹോൾസെയിലായിട്ട് ഐസ്ക്രീം എല്ലാവർക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു പാർട്ടി അവിടെ കസ്റ്റം ചെയ്ത് കൊടുത്തതിന് പ്ലാന്റ് ആയിരുന്നു. അത് ടോട്ടലി അത് മെയിൻ്റെനൻസ് കൂടുതലായിട്ട് നമ്മുടെ കമേഴ്ഷ്യൽ പ്ലാനിലേക്ക് തന്നെ മാറിയത്. വാട്ടർ ടാങ്ക് ആണ് അടുത്ത 5000 ടാങ്ക് സ്റ്റോറേജ് ടാങ്കായിട്ട്. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇത്തരം പ്ലാന്റുകൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.